നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തോത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വീണ്ടും ഉയരുകയാണ്. എന്നാൽ വീണ്ടും സാമ്പത്തിക സ്ഥിതിയെ ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചതോടെ രാജ്യത്ത് ഇന്ധന വിൽപ്പന കുറയുമെന്ന ആശങ്കയോടെ സൗദി അറേബ്യ. ഇതേ തുടർന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ അടുത്ത മാസം വാങ്ങുന്ന അസംസ്കൃത എണ്ണയുടെ തോത് 2/3 കുറയാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള 4 എണ്ണ കമ്പനികൾ 65% എണ്ണ മാത്രമേ അടുത്ത മാസം ഇറക്കുമതി ചെയ്യുകയുള്ളൂ. മെയ് മാസത്തിൽ മാത്രം സാധാരണ 1.5 കോടി വീപ്പ അസംസ്കൃത എണ്ണ ശരാശരി ഇറക്കുമതി ചെയ്യുന്നതാണ്. എന്നാൽ ഇത് 1 കോടി വീപ്പയായി കുറയാനാണ് സാധ്യത. ക്രൂഡ് വില വർധന നിയന്ത്രിക്കാൻ ഉൽപാദനം കൂട്ടണമെന്ന ഇന്ത്യയുടെ ആവശ്യം സൗദി ഇതുവരെ പരിഗണിച്ചിട്ടുമില്ല. ഇതുകൂടി മുൻനിർത്തിയാണ് ഇന്ത്യ ഇറക്കുമതി കുറയ്ക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. സൗദിയുമായുള്ള ദീർഘകാല കരാർ നോക്കാതെ മറ്റ് വിപണികളിലെ തയ്യാർ വിപണിയിൽ നിന്ന് അപ്പപ്പോഴുള്ള വിലയ്ക്ക് എണ്ണ വാങ്ങാനാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി 2020 ഏപ്രിൽ മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ 74.4% കുറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുൻവർഷം ഇതേ കാലയളവിൽ ഇത് 79.6%. 2021 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സൗദിയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഇരട്ടിയായി മാറി. അതേസമയം കൊറോണ വ്യാപനം മൂലം സാമ്പത്തിക സ്ഥിതി മോശമായ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഏറെ ആശങ്കയോടെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇത് നോക്കിക്കാണുന്നത്. ദിനംപ്രതി കൊറോണ വ്യാപനം സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉയരുകയാണ്. ഇതേ തുടർന്ന് കടുത്ത നിബന്ധനകളാണ് ഏർപ്പെടുത്തുന്നത്. സൗദി അറേബ്യയിൽ കോവിഡ് ബാച്ച് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ കോവിഡ് ബാച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6686 ഉയരുകയുണ്ടായി. പുതുതായി 792 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 467 പേർ രോഗമുക്തി നേടി. 7 പേർ കൂടി മരിച്ചു. രാജ്യത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,94,169 ഉയർന്നു. ഇവരിൽ 3,80,772 പേർക്ക് രോഗം ഭേദമായി. ആകെ മരണസംഖ്യ 6,711 രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നവരിൽ 846 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.8%, മരണനിരക്ക് 1.7% തുടരുന്നു. റിയാദ് പ്രവിശ്യയിലാണ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.